കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്ന റിയാസ് തച്ചമ്പാറ ഒരാഴ്ച കൊണ്ട് തിരിച്ച് കോൺഗ്രസിലെത്തി. സിപിഎമ്മിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും സഖാവേ എന്ന വിളി ഹൃദയത്തിൽ വേദന ഉണ്ടാക്കിയെന്നും റിയാസ് തച്ചമ്പാറ മീഡിയ വണിനോട് പറഞ്ഞു. ഡിസിസി ഓഫീസിലെത്തി ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പനോട് റിയാസ് തച്ചമ്പാറ ക്ഷമാപണവും നടത്തി. സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന പരാതിയെ തുടർന്നാണ് കോൺഗ്രസ് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റായിരുന്ന റിയാസ് തച്ചമ്പാറയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതിനു പിന്നാലെ റിയാസ് തച്ചമ്പാറയ്ക്ക് സിപിഎം സ്വീകരണം നൽകി. സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു റിയാസിനെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. സിപിഎം ഓഫീസിൽ വെച്ച് ഡിസിസി പ്രസിഡന്റിനെതിരെ റിയാസ് അഴിമതി ആരോപണവും ഉന്നയിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിയാസ് ഡിസിസി ഓഫീസിൽ തിരിച്ചെത്തി. ഡിസിസി പ്രസിഡന്റിനോട് ക്ഷമാപണവും നടത്തി. ഇത്ര കാലം ഒരു കോൺഗ്രസ്സുകാരനായി ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാവുന്ന ആ ഷോക്കില് സംഭവിച്ചു പോയ ഒരു അബദ്ധമാണ്, ഒരു തെറ്റാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ചില ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലം മാത്രമാണ് ഞാനത് പറഞ്ഞത്. സിപിഎമ്മിൽ ഒരു ദിവസം പോലും ഒരു വ്യക്തിക്ക് തുടരാൻ കഴിയില്ലെന്നാണ് റിയാസിന്റെ അനുഭവം തെളിയിക്കുന്നതെന്ന് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു. അദ്ദേഹം നിങ്ങൾ ധൈര്യമായി പൊക്കോ, ഞങ്ങളെല്ലാം ഉണ്ട് പറഞ്ഞു. കണ്ടില്ലേ, ഒരു 24 മണിക്കൂർ പോലും ആ പാർട്ടി നിൽക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നൊരു തെളിവാണ് അപ്പൊ തന്നെ മാറി വന്നത്. റിയാസ് തച്ചമ്പാറ തങ്ങളെ സമീപിച്ചതിനാലാണ് സ്വീകരണം നൽകിയതെന്നാണ് സിപിഎം വിശദീകരണം. സിപിഐഎമ്മുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരിക ചെയ്തിട്ടുള്ളത്. ഒരവസരം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റിയാസിനെതിരെ 2 കേസുകളാണ് നിലവിലുള്ളത്. പാർട്ടി നടപടി നിലനിൽക്കുകയാണെന്നും പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ അറിയിച്ചു. മീഡിയ 1 പാലക്കാട്.